ബസ് ഏതോ ബസ് ആക്സിഡൻ്റ് ആയിട്ട് കെട്ടിരിക്കുന്നു പോകുന്ന കേട്ടോ. കെട്ടിരുന്നു 205 Noida, Delhi. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. കഴിഞ്ഞ 5 ദിവസമായിട്ട് വീഡിയോസ്, 5 അല്ല കുറച്ച് അധികം ദിവസമായി തോന്നുന്നു, കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല. അത് വേറെ കൊണ്ടല്ല, നമ്മൾ ഡൽഹിയിലോട്ട് എത്തിയിട്ട് ഇപ്പോൾ 5 ദിവസമായി. പക്ഷേ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം പല കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ കമ്പനി നമുക്കൊരു ചെറിയൊരു ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഒരു 2 ഷോപ്പിന് ഉദ്ഘാടനമുണ്ട്, അവിടെ വരുന്നതിന് ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോയിക്കായിരുന്നു. അതിനുശേഷം നമ്മുടെ കിരമച്ചാങ് എത്തി. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഇനോഗ്രേഷൻ ഫസ്റ്റ് പോയി അത് കാണാം. Now to surprise you all, I would like to invite a special person, a passionate individual. I would say he is not just ordinary guy. He can be a brand ambassador if Ether considers him at every sense basically. Because he is making all of us proud in Ether, traveling from all the way from Kerala to Leh on an Ether 450X. On our special request, he has come here to share few experiences today with us. Ajay bhai, I welcome Alan Sebastian. So Alan, I would like to ask only 2 questions. So what is the total distance that you covered and which routes you have taken? 2,700 kilometers. 2,700 kilometers on an Ether continuously. Okay. So how was the connectivity? Like, did you find other, charging stations everywhere on the road? Charging dhabas, shops. So I wait for 4 hours and then drive away. So that is the kind of determination that he has to get this adventure going. So one more question I have. What got you that confidence on this particular product Ether for this to start with this exciting journey? It's because of build quality. Okay. Because I just went for a test drive and I felt confident. I bought the vehicle and started because it's a vehicle, no problem at all. Okay. Thank you so much. Now I might ask Professor to hand over a small memento to Alan Sebastian. Okay. And so I request sales team to you have this in your pitching, and if this story doesn't inspire a customer to buy an Ether, then nothing will. താങ്കളെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ, നല്ല പരിചയമുണ്ട്. അങ്ങനെ ഗൈസ് കിരമച്ചെത്തിട്ടാ, ഒന്നും പറയാനില്ല. ടയറാണ്. എങ്ങനെയുണ്ടായിരുന്നു ട്രാവലൊക്കെ? ട്രാവൽ കുഴപ്പമില്ല, എ സി അല്ലേ, വലിയ കുഴപ്പമില്ല. ആണല്ലേ, തകർത്ത്. അയ്യോ ആശ്വാസമായി. ഇനി ഒറ്റക്കല്ലോ. പരിചയമുള്ള ആളെ കണ്ടപ്പോഴത്തേക്ക് ഒരു സമാധാനം. നിനക്കിപ്പം 2 ദിവസം ട്രെയിനിൽ നിന്നപ്പോൾ സമാധാനം അല്ലേ? അപ്പോൾ 1 മാസമായിട്ട് എൻ്റെ അവസ്ഥ നടിച്ചേക്ക്. അതുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പോയിട്ട് ഇവൻ്റെ ബൈക്ക് വാട്സ് സർവീസ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാണ് പോയി നോക്കിയിട്ട് അത് എടുക്കണം. 8ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 8ാമത്തെ പ്ലാറ്റ്ഫോം 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ കൊണ്ടുപോകാൻ വിചാരിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, തപ്പി നോക്കാം. ഫുഡ് കഴിച്ചായിരുന്നാ? ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ അങ്ങ് ഫുഡ് കഴിക്കാൻ പോകണം. ഗായ്സ് അങ്ങനെ നമ്മുടെ ബൈക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് കാലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് മുണ്ടെടുത്തോണ്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഡൽഹിയിൽ ചെന്ന് മുണ്ടെടുത്ത് നടന്നു കഴിഞ്ഞാൽ കുറച്ച്
ഒതുക്കി ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. നോർമലി ഇവിടുത്തെ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട് സൗത്ത് ഇന്ത്യക്കാരോട്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികളല്ലേ, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല, നമ്മൾ ആദ്യം ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ മുണ്ടൂർത്തങ്ങ് ഇറങ്ങി. കാണണമല്ലോ, അതേ ഡൽഹിയിലെ ഇത് റോട്ടിൽ കൂടി സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോകുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇനോഗ്രേഷൻ അവിടെ പോയി. നിങ്ങൾ വിചാരിക്കേണ്ട ഏതർ എന്നെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, പല ആളുകൾക്ക് തെറ്റായിരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ജസ്റ്റ് ഒരു ചെറിയൊരു മൊമെൻറ്റ് തന്നു. നമ്മൾ അവിടെ നിന്ന് അത് മേടിച്ചിറങ്ങി നമ്മൾ നേരെ കിരമച്ചാനെ വിൽക്കാൻ പോയി. അതിനുശേഷം നമ്മൾ കണ്ടില്ലേ, നമുക്ക് അതിന് 5 ദിവസമായിട്ട് നമ്മളെന്താ പറയുക, 5 ദിവസം നമ്മൾ തോന്നുന്നു 5 ദിവസമായിട്ട് മാർക്കറ്റിൻ്റെ അതായിരുന്നു. അതായത് നമ്മൾ നമ്മുടെ വണ്ടീൻ്റെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ജനറേറ്റർ, ആ ജനറേറ്റർ കിരമച്ചൻ അവൻ്റെ ബൈക്കും കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ബൈക്ക് നിങ്ങൾ ഇറക്കാൻ കണ്ട വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ജനറേറ്റർ പിടിപ്പിക്കാൻ ക്ലാമ്പൊക്കെ അടിച്ചു, ജനറേറ്ററൊക്കെ പിടിപ്പിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ ഇനി കുറച്ച് കുക്കിംഗ് പരിപാടിയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ബൈ ട്രാവലിൽ. അപ്പോൾ അതിനാവശ്യമുള്ള പാത്രവും സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് തോന്നി ഇവിടെ ഭയങ്കര ബ്ലോക്ക് തന്നെ കഴിഞ്ഞ് എല്ലാ 1 കിലോമീറ്ററും അല്ലേ, ഒരു 6 കിലോമീറ്റർ പോകണമെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും മുന്നേ നിൽക്കണം. അതിന് തന്നെ. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിന് 5 ദിവസമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാനുള്ള പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ കൊടുത്തു. പിന്നെ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് 20 കിലോമീറ്റർ പോയിട്ട് വേണം സർവീസ് ചെയ്യാൻ കൊടുത്തത്. അത് സർവീസ് ചെയ്ത് വണ്ടി തിരിച്ച് കിട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ ഓടിയിട്ടുണ്ടാകുന്നുണ്ടോ, വീഡിയോസ് ഒന്നും ഇല്ലാത്ത. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവിടെ കാണാനില്ലല്ലോ, ഡൽഹി ഇത്തിരി മുങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞൊരു ന്യൂസ് പറഞ്ഞായിരുന്നു, അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ്. ന്യൂസ് ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് 24 ന്യൂസായിട്ട് നമ്മുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. മാതൃഭൂമി ഓൺലൈനിൽ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ന്യൂസ് ചാനൽസ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കിടന്ന് ഓടി മിക്കപ്പോഴും രാത്രി റൂമിലെത്തുമ്പോൾ അതാണ് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റായിരുന്നത്. നാളെ രാവിലെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് പോണേണ് അല്ലേ? നാളെ വെളുപ്പിന് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇറങ്ങും. കാരണം വെളുപ്പിനെ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ ബ്ലോക്കിലൊക്കെ പെട്ട് പുറത്തിറങ്ങുമ്പോൾ മൈലേജ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നാളെ വെളുപ്പിനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇറങ്ങും. ഇന്ന് കുറച്ച് പണിയും കൂടെ ഒന്ന് പാക്കിംഗ് പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് ഓടിച്ച് പിടിച്ച് പറയാൻ വേണ്ടിയാണ് ഈ ബ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ദിവസം തൊട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് വീഡിയോസും ഇൻസ്റ്റാഗ്രാമും റീൽസും പരിപാടിയൊക്കെ ഉണ്ടാവും. ഫുഡിന് ഞാൻ പറഞ്ഞില്ല, കാരണം നമ്മളിപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നത് MB ക്യാൻറ്റീൻ എന്ന് പറയും. നമ്മൾ ഡൽഹിയിൽ വരുമ്പോൾ നമ്മൾ MB ക്യാൻറ്റീനിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചിലവ് എത്ര വന്നു? നമ്മളുടെ MP മാർക്ക് വേണ്ടിയുള്ള ഇതാണ്. അപ്പോൾ ഇത് നോർത്ത് അവന്യൂ ആണ്, അപ്പോൾ സൗത്ത് അവന്യൂ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് കുഴപ്പമില്ല. ബാക്കി കിട്ടുന്ന വയറ് ഹൈജീനിക് അല്ലാത്ത ഫുഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് കുഴപ്പമില്ല. കാരണം MP മാരും വന്ന് കഴിക്കണതാണ്. അവർക്ക് പ്രൈവറ്റ് സ്പേസ് ഉണ്ട് നമുക്ക് കഴിക്കാനായിട്ട്. നമുക്ക് സാധാരണക്കാർക്ക് കഴിക്കാനായിട്ട് ഭയങ്കര വിലക്കുറവാണ്. അത് നമുക്ക് ഇതിനകത്ത് കാണിക്കാം. അതായത് നമ്മൾ 2 ചിക്കൻ കറിയും 2 പ്ലേറ്റ് റൈസും 6 ചപ്പാത്തി 4 പപ്പടം. ഇത് മേടിച്ചത് നമുക്ക് ഏകദേശം എത്രയാണ്? 156 രൂപ, 155 രൂപയായുള്ളൂ. അപ്പോൾ അത്രയും ചിലവ് കുറവാണ് MB ക്യാൻറ്റീൻ. അപ്പോൾ ഡൽഹിയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ MB ക്യാൻറ്റീൻസ് ഒക്കെ നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് വന്ന് കഴിച്ചാൽ ലാഭമാണ്. കാരണം നമുക്ക് മലയാളികൾക്ക് എന്തായാലും ഈ ഫുഡ് വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെടും. റൈസ് വന്നാൽ തന്നെ പ്രശ്നമില്ല, പിന്നെ പപ്പടം കിട്ടും. ഓവറായിട്ടുള്ള സ്പൈസി ഒന്നും പ്രതീക്ഷിക്കരുത്. എന്നാലും നമുക്ക് നോർമൽ സാധാരണ മനുഷ്യനെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ട് അല്ലേ? സ്പൈസി ബാക്കിയുള്ള സ്ഥലത്തും മസാല ഒരുപാട് മസാല ഒക്കെ ഇട്ട് എട്ടങ്ങേറാക്കി നമ്മുടെ വയറൊക്കെ ഫീലാക്കി. ഇതൊക്കെ ഇത് കുഴപ്പമില്ല. ഇത് സെമി മസാല ഒക്കെ ഇട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിലെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ 12 മണിക്കേ തുറക്കുള്ളൂ. പക്ഷേ ഉച്ചക്കും രാത്രിത്തെ ഫുഡ് മാത്രമേ ഉള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തേക്ക് കഴിക്കേണ്ടി വരും. അപ്പോൾ എന്താണ്, അപ്പോൾ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും ട്രാഫിക്കൊക്കെ പ്രതീക്ഷിച്ച് വന്നോളണം. ചിലപ്പോൾ നമ്മൾ എണ്ണത്തിൽ വിചാരിക്കുന്ന എത്ര ദിവസത്തേക്ക് കൂടുതൽ നിന്നാലേ നമുക്ക് എല്ലാം കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഡൽഹി ഈ പ്രാവശ്യം അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അത് വേറെ കൊണ്ടില്ല, നമുക്ക് ലഡാക്ക് എത്താന്നുള്ളൊരു പോയിന്റ്. കാരണം അവിടെ പെട്ടെന്ന് ഇപ്പോൾ സ്നോഫോളൊക്കെ കുടിക്കാനപ്പോൾ പൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ലഡാക്കിലോട്ട് വെച്ചിരിക്കും. നമ്മൾ ലഡാക്കിൽ പോയി തിരിച്ച് ഡൽഹി എത്തിയതിനു ശേഷം ഡൽഹി വിശേഷങ്ങളായിട്ട് ഒരു 5-6 ദിവസം നമ്മൾ കൂട്ടിയിട്ട് അല്ലേ ഡൽഹി ഫുള്ള് കറങ്ങി എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. എന്തായാലും നമ്മളിന്ന് 2-3 ദിവസമായിട്ട് പോകുന്ന മാർക്കറ്റ് തന്നെ കാണിക്കാൻ വേണം 3 എപ്പിസോഡ് തന്നെ. അത്രയും വലിയ മാർക്കറ്റ്, കാരണം വണ്ടികളിലൊക്കെ മാർക്കറ്റ് ഓരോ സെക്ഷൻ മാർക്കറ്റാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ കാണുമ്പോൾ നോർമലി ഒരു സാധനം മേടിക്കാനായിട്ട് ഒരു മാർക്കറ്റിൽ തന്നെ പല സാധനങ്ങളും ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ സാധനത്തിനാണ് ആ ഫുൾ മാർക്കറ്റ്. അതുപോലെ തന്നെ പല സ്ഥലത്ത് പല മാർക്കറ്റുകളാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ റണ്ണിങ് ടൈമിൽ ഒരുപാട് ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനും പറ്റാഞ്ഞത്. അത് മാത്രമല്ല വേറെ സംഭവം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര കിടന്ന് ഓടണം എന്നുണ്ടെങ്കിൽ ഈ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ പല ആളുകളും നമ്മൾ നല്ല രീതിയിലിട്ട് പറ്റിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര കിടന്ന് ഓടണം വന്നത്. ഇവൻ എറണാകുളത്തുനിന്ന് ഇങ്ങോട്ട് ട്രെയിൻ കയറി വരേണ്ട അവസ്ഥ വന്നത് ഇല്ലേ?
അതൊക്കെ നമ്മൾ വിശദമായിട്ട് ലഡാക്ക് എത്തട്ടെ, പറയാനുള്ളതൊക്കെ കുറേ പറയാനുണ്ട്. പക്ഷേ കുഴപ്പമില്ല, വണ്ടിയല്ല വണ്ടി കേട്ടോ, അത് മാത്രം വണ്ടി കുഴപ്പമില്ല. വണ്ടി ഓടിയത് ഇവൻ്റെ ബൈക്കായിട്ട് ഇവിടെ വന്നെങ്കിലും ഇവൻ എൻ്റെ വണ്ടി എടുത്തേക്ക് ഉള്ളു യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ തന്നെ ഗൈസ് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. നാളെ തൊട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തൊക്കെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം, കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടൊക്കെ നമ്മൾ മാക്സിമം വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഗൈസ് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളകത്ത് കമൻറ്റ് ചെയ്യുക. ലഡാക്ക് റൂട്ടിൽ നമ്മുടെ മലയാളി സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ഗൈസ് ബൈ.